السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. തലാഖിൻ്റെ വാചകം പറഞ്ഞു. തൊല്ലഖ്തുന്നോ, തലാഖ് ചൊല്ലിയെന്നോ, വിവാഹമോചനം ചെയ്തു എന്നോ ഒക്കെ പറഞ്ഞു. അത് മാത്രം പറഞ്ഞാൽ പോരാ. തല്ലഖ്തുക്കീന്നോ, തല്ലഖ്തു സൗജത്തീന്നോ ഒക്കെ പറയണം. ഇനി ത്വാലിഖുൻ, മോചിതയാണ് എന്ന് പറയുമ്പം ആര്, അതും പറയണം. അൻതിനോ, അൻതി ത്വാലിഖത്തുൻ, അൻതി മുതല്ലഖത്തുൻ, ഇങ്ങനെ മുബത്തദ പറയണം. മുബത്ത എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ. അതേമാതിരി മഫ്ഊല് പറയണം. തല്ലഖത്തു എന്നുള്ള പേരും ഫായിലായിട്ടുള്ളൂ, മഫ്ഊലും കൂടെ പറയണം. അത് പറയുക തന്നെ വേണം, കരുതിയ പോലെ. അല്ലെങ്കിൽ പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞാൽ പറ്റും. നീ നിൻ്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തൊല്ലഖത്തു. ഓക്കെ, അവിടെ നിന്നൊന്നും വേണ്ട, മഫ്ഊലൊന്നും വേണമെന്നില്ല. ഭാര്യയെ തന്നെ തൊലാഖ് ചൊല്ലാൻ ഏൽപ്പിക്കുന്ന രീതിയുണ്ട്. നിന്നെ തൊലാഖ് ചൊല്ലാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവൾ എന്ത് പറഞ്ഞാൽ മതി? തൊല്ലഖത്തു എന്ന് പറഞ്ഞാൽ മതി. അവിടെ നഫ്സി, എന്നെ എന്ന് പറയേണ്ടതില്ല. അറബി പദങ്ങൾ മാത്രമല്ല, അതിൻ്റെ തർജ്ജമയും മതിയാകും. അനറബിയിലുള്ള തർജ്ജമയും മതിയാകും. മലയാളമോ ഇംഗ്ലീഷോ. തൊല്ലഖത്തു എന്ന് മാത്രമല്ല, വേറെയും കുറേ പദങ്ങളുണ്ട്. അതൊക്കെ ഇതിനു മുമ്പ് മത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. തംബീഹുൻ വയസ്തർദു ദിക്റു മഫ്ഊലിൻ മനാഹി തൊല്ലഖത്തു. തൊല്ലഖത്തു പോലെയുള്ളതിൻ്റെ കൂടെ മഫ്ഊല് പറയൽ ഷർത്താണ്. വ മുബ്തദഇൻ, ദിക്റു മഫ്ഊലിൻ എന്നോടുക്കാത്തഫ്, മുബ്തദയെ പറയൽ ഷർത്താണ്. മാനഹവി ത്വാലിഖുൻ പോലെയുള്ള പദത്തിൻ്റെ കൂടെ. ഫലൗ നവ അഹദഹുമ ലം യുഅസ്സിർ, അപ്പോൾ അതിലൊന്ന് കരുതിയാൽ അതിന് ഫലമുണ്ടാകില്ല, ഖമ എഫക്റ്റ് ഉണ്ടാകൂല. ഖമാലു ഖാല, ഒരാൾ പറഞ്ഞു താലിഖ് എന്ന് പറഞ്ഞു, വനവ മനസ്സിൽ കരുതി അൻതി എന്ന പദം, അല്ലെങ്കിൽ ഇമ്രഅത്തി എന്ന പദം, വനവ ലഫ്ള ത്വാലിഖ്, അല്ലെങ്കിൽ ത്വാലിഖ് എന്ന പദം കരുതി, എന്നാലൊന്നും മതിയാകില്ല. പക്ഷേ ഇല്ല ഇൻ സബഖ ദിക്റുഹ ഫി സുആലിൻ, ഒരു ചോദ്യത്തിൽ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴികെ. ഉദാഹരണം, ഫിനാബി തുല്ലിഖ ഇമ്രഅത്തുക, തുല്ലിഖ് ഇമ്രഅത്തക്, നീ നിൻ്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞു. ഫഖാല, അയാൾ പറഞ്ഞു തൊല്ലഖത്തു ബിലാ മഫ്ഊലിൻ, അവിടെ മഫ്ഊല് പറഞ്ഞില്ല, തൊല്ലഖത്തുക്കി എന്ന്. അല്ലെങ്കിൽ ഫുവ്വിദ ഇലൈഹ, അല്ലെങ്കിൽ ഫവ്വദ ഇലൈഹ, അയാൾ അവളെ ഏൽപ്പിച്ചു. ബി തൊല്ലിഖീ നഫ്സക്കി, നീ നിന്നെ തൊലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു തൊല്ലഖത്തു. വലം തഖുൽ നഫ്സി, എന്നെ എന്ന് പറഞ്ഞില്ലെങ്കിലും ഫയഖഉ ഫീഹിമാ, തൊലാഖ് സംഭവിക്കും. അപ്പോൾ തലാഖിൻ്റെ പദം തർജുമത്തിഹി, അതിൻ്റെ തർജ്ജമ കൊണ്ട് സംഭവിക്കും. ഐ മുസ്തഖി മാദുക്കിറ, മുകളിൽ പറയപ്പെട്ട പദങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട പദം, നിർമ്മിക്കപ്പെട്ട പദം, ബിലാജമിയത്തി, അറബിയല്ലാത്ത ഭാഷയിൽ. തർജുമത്തു ത്വലാഖി, അപ്പോൾ ത്വലാഖ് എന്ന വാക്കിൻ്റെ മലയാളമോ ഭാഷാന്തരമോ സ്വരീഹുൻ, അത് വ്യക്തമായ തലാഖിൻ്റെ പദമാണ്. അലൽ മദ്ഹബി, പ്രബലമായ അഭിപ്രായപ്രകാരം, ഷാഫി മദ്ഹബ് പ്രകാരം.
തർജുമത്തി സ്വാഹിബൈഹി, ത്വലാഖിൻ്റെ കൂടെ പറഞ്ഞ 2 പദങ്ങളുണ്ടല്ലോ, ഏതായിരുന്നു അത്? മത്തിനിൽ ഫിറാഖ്, സറാഹ്, അതിൻ്റെ തർജുമയും അതിൻ്റെ ഭാഷാന്തരവും സ്വരീഹുൻ എളൻ, അതും ത്വലാഖിൻ്റെ വ്യക്തമായ പദമാണ് അൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായത്തിൽ. വനഖൽ അദ്റാഇയു അൻ ജംഇൻ അൽ ജസ്മ ബിഹി, ഇമാം അദ്റായി ഒരു സംഘം പണ്ഡിതന്മാർ തൊട്ട് ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത്? അവർ ഉറപ്പ് പറഞ്ഞതായിട്ട്, ബിഹി, അത് സ്വരീഹായ പദം ആണ് എന്ന്. സ്വരീഹ് ആയ പദത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയല്ലോ അല്ലേ? അവിടെ നിയ്യത്തുണ്ടോ എന്നൊന്നും ചോദ്യമല്ല, അത് ത്വലാഖിൻ്റെ പദമാണ്. ഒമിൻഹു, നിയ്യത്തിൻ്റെ ത്വലാഖിൻ്റെ സ്വരീഹായ പദങ്ങളിൽ പെടുന്നതാണ് അഅ്തൈതു ത്വലാഖി, ഔ ഖുൽതു ത്വലാഖി, ഔ ഔഖഅതു അലൈകി ത്വലാഖ, അൽഖൈതു അലൈകി ത്വലാഖ, വളഅതു അലൈകി ത്വലാഖ. ഇത്തരം പദങ്ങളൊക്കെ, അല്ലെങ്കിൽ ത്വലാഖി, വളഅതു അലൈക ത്വലാഖി, അല്ലെങ്കിൽ യാ ത്വാലിഖു, ത്വലാഖ് ചെല്ലപ്പെട്ടവളെ, അല്ലെങ്കിൽ യാ മുതല്ലഖത്തു തശ്ദീദില്ലാമി, ഇതൊക്കെ സ്വരീഹായ പദങ്ങളാണ്. ലാ അന്തി ത്വലാഖ്, നീ ത്വലാഖാണ് എന്ന് പറഞ്ഞാൽ അത് സ്വരീഹായ പദമല്ല, നീ ത്വലാഖാണ്. അല്ലെങ്കിൽ വലക്കി ത്വലാഖ്, നനക്ക് ത്വലാഖുണ്ട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് ത്വലാഖിൻ്റെ സ്വരീഹായ പദമല്ല. പിന്നെയോ ബൽഹുമാ കിനായത്താനി, അത് കിനായത്തായ പദമാണ്. ത്വലാഖ്, പെണ്ണിനെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കുക എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ത്വലാഖ് സംഭവിക്കൂ. ഇതുപോലെ ഇൻ ഫഅൽതു കദാ ഫഫീഹി തലാഖുകി, അതും കിനായത്താണ്. ഇൻ ഫഅൽതി കദാ, നീ ഇന്ന കാര്യം ചെയ്താൽ, ഫഫീഹി തലാഖി, നിന്നിൽ നിൻ്റെ തലാഖുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ വഹുവ തലാഖുകി, അത് നിൻ്റെ തലാഖാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം മസ്തറാണ്. അതുകൊണ്ട് അത് കിനായത്താണ്. ഫി മസ്തലഹു ശൈഖുന ലിഅന്നൽ മസ്തറ, മസ്തർ, തലാഖ് എന്ന പദം മസ്തറാണല്ലോ. ത്വാലിഖ് എന്നത് ഇസ്മു ഫായിലാണ്, മുതല്ലഖത്ത് എന്ന ഇസ്മു മഫൂലാണ്. തല്ലഖത്തു എന്ന് പറഞ്ഞാൽ മാദിയാണ്. ഇതിനനുസരിച്ചൊക്കെ വിഷയങ്ങൾ മാറും. അപ്പോൾ മസ്തറുകൾ ലാ ഇസ്തഅമലു ഫിൽ ഐനി, അതൊരു വസ്തുവിൽ ഉപയോഗിക്കപ്പെടാറില്ല. നീ ത്വലാഖാണെന്ന് പറയാൻ, നീ എന്ന് പറയുന്ന പെണ്ണ് ഒരു വസ്തുവല്ലേ? നീ അടിയാണ് എന്ന് പറയില്ലല്ലോ. ഒരാളെക്കുറിച്ച് നീ അടിയാണ്, സെയ്ദ് അടിക്കലാണ് എന്ന് പറയില്ലല്ലോ. അതാണ് മസ്തർ ഒരു വസ്തുവിൽ ഉപയോഗിക്കപ്പെടില്ല, ഇല്ലാത്ത വസ്തുവാൻ, ഒരു വിട്ടുവീഴ്ചാ സ്വഭാവത്തിലല്ലാതെ. അതുകൊണ്ടാണ് ഉദ്ദേശം വേണമെന്ന് പറയുന്നത്. തല്ലഖത്തുക്കി എന്നുള്ളയിടത്ത് ചെറിയ പിഴവ് വന്നാലോ, തില്ലഖത്തുക്കി എന്ന് തായിന് കസ്റ് കൊടുത്താലോ, അതിനെക്കുറിച്ച് പറയാം. വലാ യദുറുൽ ഖത്ഉ ഫി സിഗതി, വാചകത്തിലുള്ള പിഴവ് പ്രശ്നമല്ല. ഇദാലം യുഹില്ല ബിൽ മാന, അർത്ഥം അത് കേടുവരുത്തുന്നില്ലെങ്കിൽ. കൽ ഖത്ഇ ഫിൽ ഇറാബി, ഇറാബിൽ പിഴവ് വരും പോലെ. ഇറാബ് ചെയ്യുന്നിടത്ത് റഫുൻ നസ്ബുൻ ജറൊക്കെ ചെയ്യുന്നിടത്ത് പ്രശ്നം വന്നാൽ കുഴപ്പമില്ലല്ലോ. അതുപോലെ ഇപ്പോൾ തലാഖിൻ്റെ സ്വരീഹായ പദങ്ങൾ ധാരാളം പഠിച്ചു, കിനായത്തിൻ്റെ പദങ്ങളും പഠിച്ചു. ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തരും ഉപയോഗിക്കുക. ആരെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചാൽ അതിന് തീരുമാനം പറഞ്ഞു കൊടുക്കുക. എന്തിനാ അത്ര കൂടുതൽ പദം എന്നൊക്കെ ചോദിക്കുങ്ങളെ. പൊതു ഉണ്ടാക്കുന്നിടത്തൊക്കെ 8-9 പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെയ്തോട്ടെ മനുഷ്യന്മാർ, അവരെ മനസ്സിലുള്ള ഇഷ്ടം പോലെ ഉപയോഗിച്ചോട്ടെ എന്നുള്ളൊരു വിശാലതയാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ ഒതുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞാൽ നീയത്ത് സ്വഹിയാവുമല്ലോ. ചില ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാവും, ചില ആൾക്കൊന്ന് വൃത്തിയിൽ പറയണമെന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ലല്ലോ. പെണ്ണിനും വഴിയില്ല എന്നുള്ളൊരു പരിപാടി ഉണ്ടെന്ന് അറിയും, അതിന് പല പദങ്ങൾ ഉപയോഗിക്കും. അല്ലാതെ കുറേ ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പദങ്ങൾ പറയും. പിന്നെ ആൾക്കാർ വന്നിട്ട് പറയും ഞാൻ ഇന്ന പദം ഉപയോഗിച്ചാട്ട് അവിടെ
പറഞ്ഞിട്ടുണ്ട് അത് തലാഖാകും ഉസ്താദേ, ഉസ്താദത്തെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നീ എന്തേ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇജ്ജ് തലാഖടി എന്നാണ് പറഞ്ഞെങ്കിൽ ഇജെന്താ ഉദ്ദേശിച്ചത്? അല്ല ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെങ്കിൽ തലാഖാണെന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല, അത് മസ്തറല്ലേ. ഇങ്ങനെ ആളുകളെ രക്ഷപ്പെടാനും കുറേ മാർഗ്ഗമാണ് ഇത്തരം പദങ്ങളൊക്കെ. ഇനി പെണ്ണ് ഭർത്താവിനോട് തലാഖ് ചോദിക്കുന്നതിനെക്കുറിച്ചാണ്. ഫറോൻ ലോ കാലത്തു ലഹു, ഒരു പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു, തൊല്ലക്കിനി, നിങ്ങൾ എന്നെ തലാഖ് ചൊല്ലിയേക്ക്. അയാൾ പറഞ്ഞു, ഹിയ മുതല്ലഖത്തുൻ, ഹിയ അന്തി എന്നല്ല, അവൾ തലാഖിലപ്പെട്ടവളാണെന്ന് പറഞ്ഞു. അവിടെ തലാഖ് സംഭവിക്കും. ഫല യുഖബലു ഇറാദത്തു ഗൈരിഹ, ഞാൻ മറ്റൊരാളെയാണ് ഉദ്ദേശിച്ചത് എന്ന ആ ഉദ്ദേശം സ്വീകരിക്കപ്പെടില്ല, ആ വാദം. എന്തുകൊണ്ട്? ചോദ്യം നടന്നിട്ടുണ്ട് ഇവിടെ. എന്ന തഖദ്ദമ സുആലിഹ, കാരണം അവരുടെ ചോദ്യം തുടക്കത്തിൽ വന്നു എന്നത് യസ്രിഫുൽ ലഫ്ള ഇലൈഹ, ഹിയ എന്ന പദം പിന്നെ അവളിലേക്കാണ് തിരിച്ചുവിടുന്നത്. മുമിൻ സമ്മ, അതുകൊണ്ട് തന്നെ ലൗലം യതഖദ്ദം ലഹാ ദിക്റുൻ, ഭാര്യയെക്കുറിച്ചുള്ളൊരു പരാമർശം മുമ്പ് നടന്നിട്ടില്ലെങ്കിൽ ഹിയ മുതല്ലഖത്തുൻ എന്നാണ് പറഞ്ഞതെങ്കിൽ റജ, അത് ഭാര്യയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ തലാഖ് സംഭവിക്കൂ. ലിനിയത്തിഹി, അവൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കപ്പെടണം. റജാ ലിനിയത്തിഹി, അവൻ്റെ ഉദ്ദേശത്തിനെയാണ് ചോദിക്കപ്പെടേണ്ടത്. ഫിനാവി അന്തി ത്വാലഖുൻ, ഒരാൾ പറഞ്ഞു അന്തി ത്വാലഖുൻ എന്ന് പറഞ്ഞു, അപ്പോൾ വഹിയ ഗായിബത്തിന്, അവൾ അവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഹിയ ത്വാലഖുൻ എന്ന് പറഞ്ഞു, വഹിയ ആദറത്തിന്, അവൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഹിയ എന്നാണ് പറഞ്ഞത്. അവിടെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയണം. ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടിയൊക്കെ പറയുമല്ലോ, ഹിയ ത്വാലിഖുൻ, പെണ്ണുങ്ങോട്ട് ദേഷ്യം പിടിച്ചു, നിങ്ങൾ ഹിയ ത്വാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ ഹിയ ത്വാലിഖ് എന്നല്ലേ പറഞ്ഞത്, ഓള് ത്വാലിഖാണ്. പിന്നെ നിങ്ങൾക്ക് ആരെ പിന്നെ ഓള് വേറെ, അതൊന്നും വിഷയാക്കണ്ട, നീ താലിക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒക്കെ തൽക്കാലം ബാഗൊക്കെ തൽക്കാലം എടുത്ത് വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കാം. ഇന്നൊരാൾ പറഞ്ഞു, ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, വലോ ഖാല മാ കിത്തു അൻ ഉതല്ലഖകി, നിന്നെ തലാഖ് ചൊല്ലാൻ ഞാൻ അടുത്തായിട്ടില്ല എന്ന് പറഞ്ഞാൽ കാന ഇഖ്റാറും ബി തലാഖി, അത് തലാഖ് കൊണ്ട് സമ്മതിക്കലാണ്. ഞാൻ തലാഖ് ചൊല്ലിയിട്ടുണ്ടായിട്ടില്ല, കൂടുതലായിട്ടൊന്നുമില്ല എന്നൊരു പ്രയോഗം. മാ കിത്തു അൻ ഉതല്ലഖകി. കാദ എന്ന പദത്തിൻ്റെ പ്രത്യേകതയാണ്. കാദ സെയ്ദുൻ അയ്യദ്ഹബ എന്നൊക്കെ പറഞ്ഞാൽ എന്തർത്ഥം? കാദ സെയ്ദുൻ അൻ യഖൂമ എന്ന് പറഞ്ഞാൽ സെയ്ദ് നിന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, ഇപ്പം ഇങ്ങോട്ട് നിന്നിട്ടുള്ളൂ എന്നാ. സെയ്ദ് ഇപ്പം ഇങ്ങോട്ട് നിന്നിട്ടുള്ളൂ എന്നാ. മാ കാദ സെയ്ദുൻ അൻ യഖൂമ എന്ന് പറഞ്ഞാലോ സെയ്ദ് നിന്നിട്ടില്ല. കാദ സെയ്ദുൻ അൻ യഖൂമ എന്ന് പറഞ്ഞാൽ സെയ്ദ് നിൽക്കാനടുത്തായിട്ടുണ്ട്, നിന്നിട്ടില്ല, ഇപ്പം നിൽക്കും. അതേമാതിരി മാക്കാതെ സെയ്ദിനെ യഖൂമാനാണ്, സെയ്ദ് നിൽക്കാൻ അടുത്തായിട്ടില്ല, അവിടെ നിന്നിട്ടില്ല, ഇപ്പം നിൽക്കാൻ പോകുന്നില്ല, അടുത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നാണ്. കാതാണ് അടുത്തായി എന്നല്ലേ. പക്ഷേ ബഗവീമ പറയാണ്, ഇങ്ങനെ പറഞ്ഞാൽ തലാഖ് സമ്മതിച്ച് പറയലാണെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ എന്തായിട്ടുണ്ട്, ഇപ്പം ഇങ്ങോട്ട് തലാഖ് ചൊല്ലിയിട്ടുള്ളൂ എന്നാണ്. ആ അർത്ഥപ്രകാരം ഞാൻ നേരത്തെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച് പറയലാണ്. ഒരാൾ അടുത്തത് പെണ്ണിൻ്റെ വാപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഓളങ്ങ് കെട്ടിച്ചാളിന്ന് പറഞ്ഞു, അവളങ്ങ് കല്യാണം കഴിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? ഞാനവളെ തലാഖ് ചൊല്ലിയാണ്, എൻ്റെ ഭാര്യയല്ല. വലോ കാലം ഒരാൾ പറഞ്ഞു വലിയ സബ്ബിജ്ഹ എന്ന് പറഞ്ഞു, അപ്പോൾ മുഖറും ബിൽ ത്വലാഖി, അത് നേരത്തെ അയാൾ അവളെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണ്. നീ വേറെ കല്യാണം കഴിച്ചോ എന്ന് പെണ്ണിനോട് പറഞ്ഞാൽ തലാഖല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. ബാപ്പാനോട് പറയാൻ ബാപ്പ കല്യാണം കഴിച്ചു കൊടുക്കാൻ അധികാരമുണ്ടല്ലോ. ഇനി
നിങ്ങളെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു ഇത് മറ്റേ ഓൻ്റെ ഭാര്യയാണെന്നാണ്, വേറെ ആളെ ഭാര്യയാണെന്ന് പറഞ്ഞു. ലോ കലഹാദി സൗജത്ത് ഫുലാൻ എന്ന് പറഞ്ഞാൽ ഹുക്കിമ ബിർത്തിഫായി നിക്കാഹി, അയാളുമായിട്ടുള്ള നിക്കാഹ് ബന്ധം ഉയർന്നിരിക്കുന്നു എന്ന് വിധിക്കപ്പെടുന്നതാണ്. കാരണം ഇയാളെ ഭാര്യ എങ്ങനെ വേറെ ആളെ ഭാര്യയാവുക? ഒറ്റ മസ്ലിം കൂടി പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ പറഞ്ഞു ഞാൻ ഒരു വർഷം എൻ്റെ ഭാര്യയിൽ നിന്ന് നാട് വിടുകയാണെങ്കിൽ, എൻ്റെ ഭാര്യയെ തൊട്ട് മറിയുകയാണെങ്കിൽ ഞാൻ അവളെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊല്ലം പിന്നെ അയാൾ ഭാര്യൻ്റെ അടുത്തൊക്കെ വരാതിരുന്നാൽ പിന്നെ ഇദ്ദൻ്റെ കാലവും കഴിഞ്ഞാൽ അവൾക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാം. ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് ഫത്വ നൽകി. ഇമാമിൻ്റെ ഉസ്താദാണ് ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ്, വലിയ മുഹദ്ദിസ. ഫീമ ഒരു മസലയിൽ ലോ ഖാല റജുൽ, ആൾ പറഞ്ഞു ഇന്ന് ഖൈബത്തു, ഖാബാറിന് മറിഞ്ഞു എന്നല്ലേ, ഇന്ന് ഖൈബത്തു അൻഹാസനത്തൻ, ഒരു കൊല്ലം, ഫമാ അന ലഹാബി സോജിൻ, ഞാൻ അവളെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. എന്നിടത്ത് ഇബ്നു സ്വലാഹ് ഫത്വ നൽകി. അഫ്ത എന്നതിനെ ബന്ധപ്പെടുന്നതാണിത്. എന്ത് ഫത്വ നൽകി? ബിഅന്നഹു ഇഖ്റാറുൻ, അത് അയാൾ സമ്മതിച്ച് പറയലാണ്, ഫില്ലാഹിരി, പ്രത്യക്ഷത്തിൽ, ബിസവാരി സൗജിയത്തി, ഈ വിവാഹബന്ധം നീങ്ങിയിട്ടുണ്ട് എന്ന്, ബാദ ഖൈബത്തിഹി അസ്സന, ഒരു കൊല്ലം മറഞ്ഞതിന് ശേഷം അവളെ സൗജീയത്ത് നീങ്ങിയിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിക്കലാണ്. ഞാൻ മറഞ്ഞാൽ എന്നല്ല അയാൾ പറഞ്ഞത്, ഇന്ന് ഖൈബത്തു, ശരി അങ്ങനെയാണ്, പേച്ചു പോയിട്ടുണ്ട്. ഒരു കൊല്ലം ഞാൻ അവളെ തൊട്ട് മറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെ അയാളൊരു കൊല്ലമായി ഗൈബായിട്ടുണ്ടിരുന്നെങ്കിൽ അതിനർത്ഥം ഒരു തമ്മിൽ വിവാഹബന്ധമല്ല എന്നാണ്. ഫലഹ ബാദഹ, അപ്പോൾ അവൾക്ക് അതിന് ശേഷമുണ്ട്, ഒരു കൊല്ലം മറഞ്ഞതിന് ശേഷമുണ്ട്. സുമ ബാദങ്കള ഇദ്ദത്തിഹ, ഇദ്ദയും കഴിഞ്ഞതിന് ശേഷം തസവുജുൽ ഗൈരിഹി, മറ്റൊരാളെ വിവാഹം ചെയ്യാവുന്നതാണ്. ഒരു വർഷം ഞാൻ അവളെ തൊട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ, ഒരു വർഷം മാറി നിന്ന ഒരു സംഭവമാണുള്ളതെങ്കിൽ, ഒരു വർഷം അങ്ങനെ മാറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ഇദ്ദയുടെ സമയവും കഴിഞ്ഞാൽ അവൾ ഭാര്യയല്ലാതായി തീർന്നിട്ടുണ്ട്. കാരണം ആ ഒരു വർഷം മുമ്പ് തന്നെ അയാൾ എന്തായിട്ടുണ്ട്, അവളെ തലാക്കലിനെന്നല്ല ഇതിനർത്ഥം. ഓക്കെ, ഇനിയും ഒരുപാട് സ്വരീഹിൻ്റെയും ന്യായത്തിൻ്റെയും ഒക്കെ പദങ്ങളുണ്ട്, നന്നായിട്ട് വേറിച്ച് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം.